നമസ്കാരം. പ്രധാന വാർത്തകൾ. അഞ്ച് ദിവസത്തിനിടെ രണ്ടാം തവണയും ഇന്ധനവില കൂട്ടി എണ്ണ കമ്പനികളുടെ ഇരുട്ടടി. പെട്രോളിനും ഡീസലിനുമാണ് വില കൂട്ടിയത്. 5 ദിവസത്തിനിടെ രണ്ടാം തവണയാണ് വില കൂട്ടുന്നത്. ജീവിത ചെലവ് ഉയർന്നതോടെ ദുരിതത്തിലായി പൊതുജനം. രാജ്യത്തെ തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ അലഞ്ഞുതിരിയുന്ന തെരുവുനായ്ക്കളെ അടിയന്തരമായി നീക്കാൻ ഉത്തരവ്. തെരുവുനായ്ക്കൾക്കെതിരെ നടപടിയെടുക്കുന്നവർക്ക് പൂർണ്ണ നിയമസംരക്ഷണം നൽകണമെന്നും സുപ്രീം കോടതി. കുന്നംകുളം പാറേമ്പാടത്ത് സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എരുമപ്പെട്ടി തളി പണിക്ക വീട്ടിൽ 73 വയസ്സുള്ള കുഞ്ഞുമൊയ്തീനാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ പറമ്പിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത്. വാർത്തകൾ വിശദമായി. 5 ദിവസത്തിനിടെ രണ്ടാം തവണയും ഇന്ധനവില കൂട്ടി എണ്ണ കമ്പനികളുടെ ഇരുട്ടടി. പെട്രോളിനും ഡീസലിനുമാണ് വില കൂട്ടിയത്. ലിറ്ററിന് 90 പൈസ വീതമാണ് കൂടിയത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 111 രൂപ 71 പൈസയായി. ഡീസൽ വില 100 കടന്നു. പുതിയ നിരക്കുകൾ രാവിലെ മുതൽ നിലവിൽ വന്നു. 5 ദിവസത്തിനിടെ രണ്ടാം തവണയാണ് വില കൂട്ടുന്നത്. 15-ാം തീയതി പെട്രോളിനും ഡീസലിനും 3 രൂപ വീതം കൂട്ടിയിരുന്നു. പുതുക്കിയ നിരക്കനുസരിച്ച് കൊച്ചിയിൽ പെട്രോളിന് ലിറ്ററിന് 109 രൂപ 73 പൈസയായി. ഡീസൽ വില ലിറ്ററിന് 98 രൂപ 63 പൈസയാണ്. രാജ്യത്തെ തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ അലഞ്ഞുതിരിയുന്ന തെരുവുനായ്ക്കളെ അടിയന്തരമായി നീക്കാൻ ഉത്തരവിട്ട കോടതി പിടികൂടുന്ന നായ്ക്കളെ വന്ധ്യംകരണത്തിന് ശേഷം ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശിച്ചു. എന്നാൽ എവിടെ നിന്നാണോ നായകളെ പിടികൂടുന്നത് അവിടെ തന്നെ തിരികെ തുറന്നുവിടരുത് എന്ന മുൻ ഉത്തരവിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. ദേശീയപാതകൾ, എക്സ്പ്രസ് വേകൾ, മറ്റ് പ്രധാന റോഡുകൾ എന്നിവിടങ്ങളിൽ നിന്ന് അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ ഉൾപ്പെടെയുള്ള എല്ലാ മൃഗങ്ങളെയും നീക്കം ചെയ്യണമെന്നും അക്രമകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ പരിഗണിക്കാമെന്നും കോടതി വ്യക്തമാക്കി. കൂടാതെ തെരുവുനായ്ക്കൾക്കെതിരെ നടപടിയെടുക്കുന്ന മുനിസിപ്പൽ ജീവനക്കാർക്ക് പൂർണ്ണ നിയമ സംരക്ഷണം നൽകണമെന്നും അവർക്കെതിരെ കേസുകൾ എടുക്കാൻ പാടില്ലെന്നും സുപ്രീം കോടതി കർശനമായി ഉത്തരവിട്ടു. നീണ്ട നാളുകളായി നിലനിന്നിരുന്ന തെരുവുനായ്ക്കളുടെ പ്രശ്നത്തിൽ കോടതിയുടെ വിധിക്ക് ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കുന്നംകുളം പാറേമ്പാടത്ത് സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ പറമ്പിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത്. എരുമപ്പെട്ടി തളി പണിക്ക വീട്ടിൽ കുഞ്ഞീതു എന്ന് വിളിക്കുന്ന കുഞ്ഞുമൊയ്തീനാണ് അപകടത്തിൽ മരിച്ചത്. 73 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് പാറേമ്പാടം പാർക്ക് ഹോട്ടലിനടുത്ത് വെച്ചായിരുന്നു അപകടം. കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പോകുകയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും കുഞ്ഞുമൊയ്തീൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് സമീപത്തെ പറമ്പിലേക്ക് ഇടിച്ചു കയറി. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അപകടത്തിൽ സ്വകാര്യ ബസിന്റെ മുൻഭാഗം ഭാഗികമായും സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. മരക്കച്ചവടക്കാരനാണ് കുഞ്ഞുമൊയ്തു. സുലൈഖയാണ് ഭാര്യ. സിദ്ദിഖ്, ഷമീറ, നിഷ എന്നിവർ മക്കളാണ്. ഖബറടക്കം പാറപ്പുറം ഖബർസ്ഥാനിൽ നടത്തി. കടങ്ങോട് മില്ല് സെന്ററിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ പടക്കം പൊട്ടി വ്യാപാരിക്ക് പരിക്കേറ്റതായി പരാതി. മില്ല് സെന്ററിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുന്ന കടങ്ങോട് വെളുത്തടത്തിൽ ഷിഹാബിന്റെ കഴുത്തിലാണ് പടക്കം പൊട്ടിത്തെറിച്ച് വീണ് പരിക്കേറ്റത്. കടയുടെ മുന്നിലിട്ട് പടക്കം പൊട്ടിച്ചപ്പോൾ തെറിക്കുകയായിരുന്നു. ഷിഹാബ് ആശുപത്രിയിൽ ചികിത്സ തേടി. അശ്രദ്ധയോടെ അപകടകരമായ രീതിയിൽ പടക്കം പൊട്ടിച്ചതിന് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഷിഹാബ് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ പൂക്കോട് തണൽ കലാകായിക സാംസ്കാരിക വേദിയുടെ പി കൃഷ്ണപിള്ള സ്മാരക വിന്നേഴ്സ് ട്രോഫിക്കും വാൾനട്ട് ഗാർഡൻ സ്പോൺസർ ചെയ്യുന്ന VS ഇന്ദ്രൻ സ്മാരക റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള അഖില കേരള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മേളയിൽ ഗ്രഫിൻസ് FC മലപ്പുറം ജേതാക്കളായി. ഫൈനലിൽ 1-3 ഗോളുകൾക്ക് കാളിദാസ FC എറണാകുളത്തെ തോൽപ്പിച്ചാണ് ഗ്രഫിൻസ് FC ജേതാക്കളായത്. നിയുക്ത MLA NK അക്ബർ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ മുഖ്യാതിഥിയായി. KP വിനോദ്, KV സുഭാഷ്, KA അജിത്, KV സുരേഷ്, KM പ്രജീഷ്, OJ മിനീഷ് എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ കല്ലുംപുറത്ത് ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. EMS റോഡിൽ 55 വയസ്സുള്ള എടമന ഉണ്ണിമോൻ എന്ന ശ്രീനിവാസനാണ് മരിച്ചത്.
തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിന് സമീപം അവശനിലയിൽ കണ്ടെത്തിയ ശ്രീനിവാസനെ നാട്ടുകാർ ഉടൻ തന്നെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മരംവെട്ട് തൊഴിലാളിയാണ് ശ്രീനിവാസൻ. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. മഞ്ജുളാൽ പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മാലിന്യമുക്തമായ നാളേക്കായി പൊതുസമൂഹത്തെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റാലി സംഘടിപ്പിച്ചത്. ശേഷം വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസും ഒരുക്കിയിരുന്നു. ക്ലീൻ സിറ്റി മാനേജർ KC അശോക് ഖരമാലിന്യ പരിപാലനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ഉറവിട മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. കുന്നംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹോർമോൺ അനലൈസർ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി സജ്ജീകരിച്ച ഹോർമോൺ അനലൈസർ സംവിധാനത്തിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. ചൊവ്വാഴ്ച രാവിലെ 9:30 കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ചടങ്ങ്. കുന്നംകുളം നഗരസഭയുടെ പരിധിയിൽ ഇത്തരമൊരു അത്യാധുനിക സംവിധാനം ആദ്യമായാണ് ആരംഭിക്കുന്നത്. പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന സംരംഭം യാഥാർത്ഥ്യമാക്കാൻ നേതൃത്വം നൽകിയ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ജിഷ ഗംഗാധരനെ ചെയർപേഴ്സൺ അഭിനന്ദിച്ചു. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, വാർഡ് കൌൺസിലർ ഷജീഷ്, മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ജിഷ ഗംഗാധരൻ, JHI UR ഷിജി എന്നിവർ സംസാരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, വാർഡ് കൌൺസിലർമാരായ ദിലീപ് പുളിക്കൽ, OG ബാജി, വിദ്യ അഭിലാഷ് എന്നിവർ സംബന്ധിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ശ്രുതി, ജീവനക്കാർ, HMC അംഗങ്ങൾ, ആശാപ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരും പങ്കെടുത്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ സൗജന്യ വൈദ്യുതി പദ്ധതിയിലെ ഉപഭോക്താക്കളുടെ വാർഷിക പൊതുയോഗവും സൗജന്യ വൈദ്യുതി പുതുക്കുന്നതിനുള്ള രജിസ്ട്രേഷനും നടന്നു. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കൃഷിഭവൻ അങ്കണത്തിലാണ് പൊതുയോഗം ചേർന്നത്. തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്ത് പരിധിയിലെ എരനെല്ലൂർ, ചിറനെല്ലൂർ, ചൂണ്ടൽ എന്നീ 3 വില്ലേജുകളിലെ സൗജന്യ വൈദ്യുതി പദ്ധതി പ്രകാരം കണക്ഷനുള്ള ഉപഭോക്താക്കളുടെ അടുത്ത വർഷത്തേക്ക് വൈദ്യുതി പുതുക്കുന്നതിനുള്ള നടപടികളും നടന്നു. അപേക്ഷയോടൊപ്പം 2026-27 നികുതി, അവസാനം വന്ന വൈദ്യുതി ബിൽ എന്നിവയാണ് പദ്ധതിയിൽ തുടരുന്നതിനായി ഉപഭോക്താക്കൾ സമർപ്പിച്ചത്. 3 വില്ലേജുകളിലുമായി ഏകദേശം 750ഓളം കർഷകരാണ് നിലവിൽ സൗജന്യ വൈദ്യുതി പദ്ധതിയിൽ ഉപഭോക്താക്കളായത്. കൃഷി ഓഫീസർ CM ഭുവന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ യമുന ദേവി, കൃഷി അസിസ്റ്റന്റുമാരായ KM സാദിഖ്, ND ജിഷ എന്നിവർ നേതൃത്വം നൽകി. അക്കിക്കാവ് ലെനോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. കടവല്ലൂർ പഞ്ചായത്ത് മൈതാനിയിൽ 8 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ 16 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഘോഷ് പൂവത്തിങ്കൽ, രംഷായ ഷിഹാബ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പള്ളങ്ങാട്ടുചിറ ഏകപക്ഷീയമായ 1 ഗോളിന് മാർവൽ ചാലിശ്ശേരിയെ പരാജയപ്പെടുത്തി. ക്ലബ്ബ് ഭാരവാഹികളായ സാബിർ മുഹമ്മദ്, നവീൻ ചിക്കു, നെബു, കുട്ടാപ്പു, റാഷിദ്, നെഹിയാൻ, ശ്രീജിത്ത്, രഞ്ജിത്ത്, ജ്യോതിഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 13ാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ടൂർണമെന്റ് ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണു അധ്യക്ഷനായി. അജയൻ ചാലിശ്ശേരി മുഖ്യാതിഥിയായി. വിജയികൾക്ക് പെരുമ്പിലാവ് വിദ്യ റെസിഡൻസി സ്പോൺസർ ചെയ്യുന്ന വിന്നേഴ്സ് പ്രൈസ് മണിയും പെരുമണ്ണൂർ പ്രവാസി കൂട്ടായ്മ നൽകുന്ന ശിവൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിയും സമ്മാനിക്കും. റണ്ണേഴ്സ് അപ്പാകുന്ന ടീമിന് ചാലിശ്ശേരി സലിം സോമിൽ നൽകുന്ന റണ്ണേഴ്സ് ഗ്രാൻഡ് മണിയും ബാലേട്ടൻ പെരുമണ്ണൂർ റണ്ണേഴ്സ് ട്രോഫിയും ലഭിക്കും. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള കരുത്തരായ 8 പ്രമുഖ ടീമുകളാണ് ഇത്തവണ കിരീടത്തിനായി മാറ്റുരയ്ക്കുന്നത്. ഞായറാഴ്ച നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ORPC കേച്ചേരിയും പ്രണവം പെരുമണ്ണൂരും ഏറ്റുമുട്ടി. ആവേശകരമായ മത്സരത്തിൽ എതിരാളികളെ 2 ഗോളിന് പരാജയപ്പെടുത്തി ORPC കേച്ചേരി വിജയികളായി. തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ കൈരളി ചാലിശ്ശേരിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി GCC ചാലിശ്ശേരി വിജയിച്ചു. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന മത്സരത്തിൽ റെഡ് സ്റ്റാർ കൊടിക്കാക്കുന്നും സൂര്യ ഉദിനിപ്പറമ്പും തമ്മിൽ ഏറ്റുമുട്ടും. നിരന്തര ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന പ്രതികൾക്കെതിരെ കർശന നടപടിയുമായി പോലീസ്. വധശ്രമം, ലഹരിമരുന്ന് വിൽപ്പന, അടിപിടി തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 2 യുവാക്കളെയാണ് കാപ്പ നിയമപ്രകാരം തൃശൂർ ജില്ലയിൽ നിന്നും നാടുകടത്തിയത്. കോട്ടപ്പടി ഇരിങ്ങപ്പുറം സ്വദേശി മുല്ലക്കാട്ട് വീട്ടിൽ അദീബ്, പെരുമ്പിലാവ് കരിക്കാട് സ്വദേശി തട്ടാരക്കുന്നത് വീട്ടിൽ ഷിഹാബുദ്ദീൻ എന്നിവർക്കെതിരെയാണ് ശക്തമായ നടപടി.
3 മാസങ്ങളിലേക്ക് ഇവർക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സനീഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം സിവിൽ പോലീസ് ഓഫീസർ ഷിജിൻ പോളിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികൾക്കെതിരെയുള്ള കാപ്പ നടപടികൾ പൂർത്തീകരിച്ചത്. വരും ദിവസങ്ങളിലും സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് പോലീസ് അറിയിച്ചു. ചളിക്കുളമായി കുന്നംകുളം ടൗൺ ഹാൾ റോഡ്. കാൽനടയാത്രക്കാരും ഇരുചക്രവാഹന യാത്രികരും ദുരിതത്തിൽ. നഗരസഭ ടൗൺ ഹാളിന് മുന്നിലെ ചെറിയ ഇടുങ്ങിയ റോഡ് പൂർണ്ണമായും തകർന്ന് ചളിക്കുളമായി മാറി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതും വെള്ളക്കെട്ടുണ്ടായതും. ഇതോടെ ഈ വഴിയിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമായി. പുതിയ ബസ് സ്റ്റാൻഡിലേക്കും നഗരത്തിന്റെ മറ്റ് പ്രധാന ഭാഗങ്ങളിലേക്കും ഇരുചക്രവാഹനങ്ങൾക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു പ്രധാന ലിങ്ക് റോഡാണിത്. വലിയ വാഹനങ്ങളുടെ തിരക്കില്ലാതെ യാത്ര ചെയ്യാമെന്നതിനാൽ ഒട്ടനവധി ഇരുചക്രവാഹന യാത്രക്കാരാണ് പ്രതിദിനം ഈ റോഡിനെ ആശ്രയിക്കുന്നത്. കൂടാതെ ടൗൺഹാൾ പരിസരത്ത് സജീവമായ ഓട്ടോറിക്ഷ പാർക്കിംഗും ഈ ഇടുങ്ങിയ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡിന്റെ തകർച്ച ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കാൽനട യാത്രക്കാരെയും ഇരുചക്രവാഹനങ്ങളെയുമാണ്. വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ആഴമറിയാതെ വാഹനങ്ങൾ അപകടത്തിൽ മറിയുന്ന പതിവുണ്ട്. ചെളി നിറഞ്ഞ റോഡിലൂടെ വസ്ത്രങ്ങളിൽ അഴുക്കുവെള്ളം തെറിക്കാതെ നടന്നു പോവുക എന്നത് കാൽനട യാത്രക്കാർക്ക് വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് പ്രായമായവർക്കും കുട്ടികൾക്കും ഈ വഴിയിലൂടെയുള്ള യാത്ര ദുസ്സഹമായി മാറി. മഴ പെയ്താൽ റോഡ് ഏതാണ് കുഴി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. അധികൃതർ എത്രയും വേഗം റോഡ് റീടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. റോഡിലെ കുഴികളിൽ ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കൊതുക് ശല്യവും പകർച്ചവ്യാധി ഭീഷണിയും പ്രദേശത്തുണ്ട്. കാലവർഷം ശക്തമാകുന്നതിന് മുൻപ് തന്നെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നും നഗരസഭാ അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ആവശ്യപ്പെട്ടു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ ആഹ്ലാദത്തിൽ UDF ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തരംഗം പരിപാടി സംഘടിപ്പിച്ചു. ഡിജെയുടെ അകമ്പടിയോടെ ആഹ്ലാദ പ്രകടനവും ഉണ്ടായി. ഒറ്റത്തെങ്ങിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടോൾ പരിസരത്ത് സമാപിച്ചു. കരിമരുന്ന് പ്രയോഗവും ഉണ്ടായി. UDF ചെയർമാൻ KJ ചാക്കോ, കൺവീനർ RV ഷക്കീർ മാസ്റ്റർ, പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ, വൈസ് പ്രസിഡന്റ് നഷ്ര മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീഷ്മ ബാബുരാജ്, ജനപ്രതിനിധികൾ, കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കുന്നംകുളം ഫയർ സ്റ്റേഷന്റെ കീഴിൽ അഗ്നിരക്ഷാ പരിശീലനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KM സലീം അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ഫയർ സ്റ്റേഷൻ ഓഫീസർമാരായ MG ശ്യാം, ഷാദുരാജ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു ടീച്ചർ, പ്രഭാത് മുല്ലപ്പള്ളി, വാർഡ് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ എന്നിവരും പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി രേഖ K നായർ സ്വാഗതവും VEO ജീബ നന്ദിയും പറഞ്ഞു. സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് UDF കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് കൂടി കാണാവുന്ന രീതിയിൽ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു. മധുരവിതരണവും നടത്തി. തുടർന്ന് അധികാരമേറ്റ കേരള മുഖ്യമന്ത്രി VD സതീശനും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പന്നിത്തടം സെന്ററിൽ പ്രകടനം നടത്തി. വൈകിട്ട് 3 മണിക്ക് പന്നിത്തടത്തു നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം കടങ്ങോട് പഞ്ചായത്തിലെ 21 വാർഡുകളിലൂടെ സഞ്ചരിച്ച് കടങ്ങോട് മിൽ പരിസരത്ത് സമാപിച്ചു. മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ 22ാം ചരമവാർഷികം ആചരിച്ചു. CPIM ചെമ്മന്തീട്ട ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണത്തിൽ മുൻ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി CM ബാലൻ പതാക ഉയർത്തി. ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗം A സജി മാസ്റ്റർ, ബ്രാഞ്ച് മെമ്പർമാരായ ശശി, നന്ദനൻ, ഷാജി, ശിവശങ്കരൻ, ഉണ്ണി മാസ്റ്റർ, മനോജ്, രാജേഷ്, അരവിന്ദാക്ഷൻ, സുനിൽ എന്നിവർ പങ്കെടുത്തു. തൃശൂർ പേരാമ്പ്രയിൽ കാറിന് പുറകിൽ മറ്റൊരു കാർ ഇടിച്ച അപകടം. ഒരു കാറിന്റെ മുൻവശം തകർന്നു. അപകടത്തിൽ 2 കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എറണാകുളം ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന കൊല്ലം സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറും തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് പേരാമ്പ്രയിൽ അപകടത്തിൽപ്പെട്ടത്. ഹൈവേയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളും വെച്ചിട്ടില്ലെന്ന് വാഹനയാത്രക്കാർ പറയുന്നു. ഇതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ഭാഗത്ത് വെച്ചിരുന്ന ഡ്രമ്മിൽ ഇടിക്കാതിരിക്കാൻ കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണം. ആർക്കും പരിക്കില്ല. തൃശൂർ എറണാകുളം ദേശീയപാതയിൽ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപകട സ്ഥലത്തെത്തിയ കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പൊതുസ്ഥലത്തിരുന്ന് പരസ്യമായി മദ്യപിച്ചതിനും നിയമവിരുദ്ധമായി കഞ്ചാവ് കൈവശം വെച്ചതിനും 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കരിക്കാട് സ്വദേശികളായ കണ്ണാടി വളപ്പിൽ വീട്ടിൽ സുധീഷ്, ഏഴിക്കോട് വീട്ടിൽ പ്രസാദ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു 2 പേർ പോലീസിനെ കണ്ട് സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു.
ശനിയാഴ്ച ഉച്ചയ്ക്ക് 11:30 കരിക്കാട് പൂങ്കാവനം എന്ന സ്ഥലത്തുവച്ചാണ് സംഭവം നടന്നത്. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SR സനീഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിജിൻ പോൾ, സിവിൽ പോലീസ് ഓഫീസർ ഷംനാദ് എന്നിവരടങ്ങിയ സംഘം സ്റ്റേഷൻ പരിധിയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് പ്രതികൾ പരസ്യമായി മദ്യപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. 4 അംഗ സംഘം പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു. പോലീസ് വാഹനം നിർത്തി ഉദ്യോഗസ്ഥർ അടുത്തേക്ക് ചെന്നതോടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. പോലീസ് ബാക്കി 2 പേരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോഴാണ് സുധീഷ് പ്രസാദ് എന്നിവരാണെന്ന് തിരിച്ചറിഞ്ഞത്. പരിശോധനയ്ക്കിടയിൽ പരിഭ്രമം കാണിച്ച പ്രതിയായ പ്രസാദിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും 2 പ്ലാസ്റ്റിക് കവറുകളിലായി സൂക്ഷിച്ചിരുന്ന 2 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കഞ്ചാവ് തൂക്കി തിട്ടപ്പെടുത്തുകയും തുടർ നടപടികളിലൂടെ ഇത് മസർ തയ്യാറാക്കി സീൽ ചെയ്യുകയും ചെയ്തു. മദ്യപിക്കാൻ ഉപയോഗിച്ച സാധനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതികൾക്കെതിരെ കേരള അബ്കാരി NDPS ആക്ട് പ്രകാരവും കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസ് ഇൻസ്പെക്ടർ SR സനീഷിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക P. ചിത്ര ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ സാങ്കേതിക രംഗത്ത് കൂടുതൽ അറിവ് നേടാനും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉത്തരവാദിത്തത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നേറാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു ക്യാമ്പിന്റെ ലക്ഷ്യം. ചടങ്ങിൽ എന്റെ സ്കൂൾ എന്റെ അഭിമാനം റീൽസ് മത്സരത്തിലെ സമ്മാനത്തുക വിനിയോഗിച്ചു വാങ്ങിയ പോർട്ടബിൾ സ്പീക്കറിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി HM സുഭദ്ര ടീച്ചർ നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് റീൽസ് നിർമ്മാണം, ഫോട്ടോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകി. വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ് മെന്ററും അധ്യാപികയുമായ KM ശ്രീധന്യ പരിശീലനത്തിന് നേതൃത്വം നൽകി. ലിറ്റിൽ കൈറ്റ് മെന്റർ സന്തോഷ് ബാലകൃഷ്ണൻ സ്വാഗതവും സ്മിത ടീച്ചർ നന്ദിയും പറഞ്ഞു. കൊടുമ്പ് വനസംരക്ഷണ സമിതിയുടെ വാർഷിക പൊതുയോഗം കൊടുമ്പിൻകളം സന്തോഷ് ദാസിന്റെ വസതിയിൽ ചേർന്നു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊടുമ്പിൽ മുരളി ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് PS സജിത അധ്യക്ഷത വഹിച്ചു. പൂങ്ങോട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗണേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ OK അനൂപ്, സമിതി സെക്രട്ടറി N ബൈജു ജോർജ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,375 രൂപ, പവന് 1,15,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചരമം കുന്നംകുളം അടുപ്പുട്ടി ഉദയഗിരി റോഡിൽ പാറയ്ക്കൽ വീട്ടിൽ തമ്പി നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം വീനാഗൽ ബറിയൽ ഗാർഡൻ സെമിത്തേരിയിൽ നടത്തി. ജോയ്സി ഭാര്യയും സോമി മകളുമാണ്. കടപ്പുറം തൊട്ടാപ്പ് ഫോക്കസ് സ്കൂളിന് പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന പരേതനായ സേമു മകൻ ബുഖാറയിൽ ഇസ്മയിൽ നിര്യാതനായി. 65 വയസ്സായിരുന്നു. ഖബറടക്കം പിന്നീട് നടത്തും. റംല ഭാര്യയും ഷക്കീല, ഷെഫീന, സജന, ഷാഹിന എന്നിവർ മക്കളുമാണ്. കടപ്പുറം പഞ്ചായത്ത് ഓഫീസിന് പടിഞ്ഞാറ് വശം താമസിച്ചിരുന്ന പരേതനായ ചിന്നിക്കൽ കുഞ്ഞു മുഹമ്മദ് ഭാര്യ ഹസൈനാരാഗത്ത മാമി നിര്യാതയായി. 94 വയസ്സായിരുന്നു. ഖബറടക്കം അഞ്ചങ്ങാടി ജുമാ അത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ഫാത്തിമത്ത്, പരേതയായ ഉമൈവ, ഷാഹുർ, റുക്കിയ, അലി, നഫീസ, ജലാലുദ്ദീൻ, സമീറ, മുഹമ്മദ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. അഞ്ച് ദിവസത്തിനിടെ 2ാം തവണയും ഇന്ധനവില കൂട്ടി എണ്ണ കമ്പനികളുടെ ഇരുട്ടടി. പെട്രോളിനും ഡീസലിനുമാണ് വില കൂട്ടിയത്. 5 ദിവസത്തിനിടെ 2ാം തവണയാണ് വില കൂട്ടുന്നത്. ജീവിത ചെലവ് ഉയർന്നതോടെ ദുരിതത്തിലായി പൊതുജനം. രാജ്യത്തെ തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ അലഞ്ഞുതിരിയുന്ന തെരുവുനായ്ക്കളെ അടിയന്തരമായി നീക്കാൻ ഉത്തരവ്. തെരുവുനായ്ക്കൾക്കെതിരെ നടപടിയെടുക്കുന്നവർക്ക് പൂർണ്ണ നിയമസംരക്ഷണം നൽകണമെന്നും സുപ്രീം കോടതി. കുന്നംകുളം പാറേമ്പാടത്ത് സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എരുമപ്പെട്ടി തളി പണിക്ക വീട്ടിൽ 73 വയസ്സുള്ള കുഞ്ഞുമൊയ്തീനാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ പറമ്പിലേക്ക് ഇടിച്ചു കയറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.